ഖുഷാംദീദ് ബച്ചോ, ഇന്നത്തെ വീഡിയോയിൽ അൻമോൾ തുഹഫ എന്ന പാഠഭാഗത്തിലെ തഅലീമി സർഗർമിയാണ് നമ്മൾ നോക്കുന്നത്. നോക്കൂ, തഅലീമി സർഗർമിയ അഥവാ പഠന പ്രവർത്തനങ്ങൾ. ആദ്യത്തെ സർഗർമി എന്താ? ബച്ചോ കഹാനി അൻമോൾ തുഹഫ ഔർ സേ പഠിയേ ഓർ സവാലോ കെ ജവാബ് ലിഖിയേ. എന്താ പറഞ്ഞത്? ബച്ചോ, കുട്ടികളെ, കഥ അല്ലേ? കഹാനി എന്ന് പറഞ്ഞാൽ എന്താ? കഥയാണ്. അൻമോൾ തുഹഫ എന്ന കഥ ഔർ സേ പഠി, ശ്രദ്ധയോടെ വായിക്കൂ. എന്നിട്ടോ സവാലോ കെ ജവാബ് ലിഖിയേ, ചോദ്യങ്ങൾക്കുള്ള ഉത്തരം എഴുതൂ. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഈ പാഠഭാഗം നല്ല വൃത്തിയായി വായിച്ചെങ്കിൽ മാത്രമാണ് നമുക്കിതിൻ്റെ ഉത്തരങ്ങൾ എഴുതാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും കഥ വായിക്കുകയും മനസ്സിലാക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടാവും അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഈ പ്രവർത്തനം ചെയ്തു തീർക്കാം. നോക്കൂ, ആദ്യത്തെ സവാൽ, ഗാന്ധിജി കോ ഹം പ്യാർ സേ ക്യാ പുകാർത്തേ ഹെ. എന്താണ് ചോദ്യം? ഗാന്ധിജി കോ എന്ന് പറഞ്ഞാൽ ഗാന്ധിജിയെ, ഹം നമ്മൾ, പ്യാർ സേ സ്നേഹത്തോടെ, വെറും പ്യാറാണെങ്കിൽ സ്നേഹമാണ്, പ്യാർ സേ എന്ന് പറഞ്ഞാൽ സ്നേഹത്തോടെ എന്താണ് വിളിക്കുന്നത്? ക്യാ പുകാർത്തേ ഹെ, എന്താ വിളിക്കുന്നത്? നമുക്കറിയാം, നമ്മൾ ബാപ്പുജി എന്നാണ് വിളിക്കുക അല്ലേ? ബാപ്പുജി എന്നൊക്കെ വിളിക്കാറുണ്ട്. നമുക്ക് അതിൻ്റെ ഉത്തരം എങ്ങനെ എഴുതാം? ഗാന്ധിജി കോ हम प्यार से बापूजी पुकारते हैं. ഓക്കെ, ഇനി അടുത്തത് കാക്ക കലേൽഗർ കോൻതെ. കാക്ക കലേൽഗർ ആരായിരുന്നു കാക്ക കലേൽഗർ? നമുക്കറിയാം, ഗാന്ധിജിയുടെ കൂട്ടുകാരനായിരുന്നു അല്ലേ? കാക്ക കലേൽഗർ ഗാന്ധിജി കെ ദോസ്തത്തെ. ഇതൊക്കെ നമ്മുടെ പാഠഭാഗത്തിൽ തന്നെ ഉള്ളതാണ് കേട്ടോ. ഇനി അടുത്ത ചോദ്യം, ഗാന്ധിജി ക്യാ തലാഷ് കർ രഹേ തെ എന്നാണ്. ഗാന്ധിജി എന്താണ് തിരഞ്ഞുകൊണ്ടിരുന്നത്? നമുക്കറിയാം, ഗാന്ധിജി ഒരു പെൻസിലായിരുന്നു തിരഞ്ഞുകൊണ്ടിരുന്നത് അല്ലേ? ഗാന്ധിജി ഏക്ക് പെൻസിൽ തലാഷ് കർ രഹേ തെ. മനസ്സിലായോ? ഒരു പെൻസിലാണ് തിരഞ്ഞുകൊണ്ടിരുന്നത്. വളരെ സിമ്പിളാണ് അല്ലേ? നമുക്കറിയാലോ, നമ്മൾ ചോദ്യപദം മാറ്റുന്നു. എന്തിനാണ് ഈ ചോദ്യപദത്തിൽ റൗണ്ട് ഇട്ടത്? ആ ചോദ്യപദത്തിന് പകരമായിട്ടാണ് നമ്മളിവിടെ എന്ത് ചെയ്തത്? ഉത്തരങ്ങൾ എങ്ങനെ എഴുതിയത് അല്ലേ? കണ്ടോ, ഇത്രയും എഴുതി, ബാക്കിയെല്ലാം എന്ത് ചെയ്തു? അതുപോലെ തന്നെയാണ് അല്ലേ നമ്മൾ എഴുതിയത്? അതേ ഓർഡറിലാണ് എഴുതിയത്. നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ചോദ്യത്തിലും ഉത്തരത്തിലും ഇങ്ങനെ റൗണ്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആകെ ഇത് ഒഴിവാക്കി അതിന് പകരമായിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഇതെഴുതി അല്ലേ? ഉത്തരം എഴുതി. അങ്ങനെ എഴുതുകയാണെന്നുണ്ടെങ്കിൽ വളരെ കറക്റ്റായിട്ട് നമുക്ക് ഉത്തരം എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ ആ ജുംലയിൽ ഒരു തെറ്റും വരില്ല. ഇനി നമുക്ക് നമ്മുടെ അടുത്ത സവാൽ നോക്കാം. അടുത്ത സവാൽ എന്താ? ആഹിർ പെൻസിൽ കഹാ സേ മിലി. ആഹിർ അവസാനം, പെൻസിൽ എവിടെ നിന്നാണ് കിട്ടിയത്? എവിടെ നിന്നാണ് കിട്ടിയത്? ഒരു പുസ്തകത്തിൻ്റെ അകത്ത് നിന്നാണ് കിട്ടിയത് അല്ലേ? ഇവിടെ സേ എന്ന് ഞാൻ റൗണ്ട് ചെയ്തിട്ടില്ല, കാരണം അത് റൗണ്ട് ചെയ്യേണ്ട ആവശ്യമില്ല. എവിടെ നിന്ന് അല്ലേ? അപ്പോൾ നമുക്ക് പുസ്തകത്തിൻ്റെ അകത്ത് നിന്ന് എന്ന് പറയുമ്പോൾ എന്ത് വേണം? ഈ സേ ആവശ്യമാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ആഹിർ പെൻസിൽ एक किताब के अंदर से मिली. ഓക്കെ, അപ്പോൾ അവസാനം പെൻസിൽ എവിടെ നിന്നാണ് കിട്ടിയത്? ഒരു പുസ്തകത്തിൻ്റെ അകത്ത് നിന്ന്. ഓക്കെ, അടുത്തത് നോക്കൂ. ബാപ്പുജി കേലിയെ പെൻസിൽ ക്യോ കീമത്തി തി. എന്തുകൊണ്ടാണ് ഗാന്ധിജിക്ക് ഈ പെൻസിൽ ഇത്ര അധികം വിലപ്പെട്ടതായത് എന്ന്? എന്തുകൊണ്ടാണ്? ക്യോ എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് അല്ലേ? എന്താ കാരണം? എന്താ? അതൊരു ചെറിയ കുട്ടി ഗാന്ധിജിക്ക് വളരെ സ്നേഹത്തോടു കൂടെ കൊടുത്ത സമ്മാനമായിരുന്നു അല്ലേ? അല്ലെങ്കിൽ ഒരു ചെറിയ കുട്ടിയുടെ സമ്മാനമായിരുന്നു അത്. അതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? നമ്മൾ ക്യാ, കഹ, അതുപോലെ തന്നെ കോൻ, അതുപോലെയല്ല ക്യോ എന്നുള്ളതിൻ്റെ എഴുതുക. മനസ്സിലായോ? എന്തുകൊണ്ട് എന്നുള്ളതിന് നമ്മൾ വേറൊരു രീതിയിലാണ് എഴുതുന്നത് കേട്ടോ. അപ്പോൾ എങ്ങനെ എഴുതാം? ക്യോക്കെ എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടെന്നാൽ वो पेंसिल एक
छोटे बच्चे का तोहफा था. എന്തുകൊണ്ടെന്നാൽ അതൊരു ചെറിയ കുട്ടിയുടെ സമ്മാനമായിരുന്നു. അതുകൊണ്ടാണ് നമുക്ക് നമ്മുടെ ഗാന്ധിജിക്ക് ആ പെൻസിൽ അത്രയധികം വിലപ്പെട്ടതായത്. അപ്പോൾ ഇത്രയും മതിയാവും ഇതിൻ്റെ ഉത്തരവായിട്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അടുത്ത സർഗർമി നോക്കാം. അടുത്ത സർഗർമി അടുത്തത് നോക്കാം. ബച്ചോ ഗുഫ്തഗു ഔർ സേ പഠിയേ ഓർ റോൾ പ്ലേ കീജിയേ. എന്താണ്? കുട്ടികളെ ഗുഫ്തഗു സംഭാഷണം ശ്രദ്ധയോടെ വായിക്കൂ, എന്നിട്ട് റോൾ പ്ലേ ചെയ്യൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതാരൊക്കെ തമ്മിലുള്ള ഗുഫ്തഗു ആണ്? കാക്ക കലേൽഗറും ഗാന്ധിജിയാണ് അല്ലേ. നമുക്ക് ഈ ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ ആരൊക്കെ തമ്മിലുള്ള സംഭാഷണമാണെന്ന് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇത് നമ്മുടെ ഈ കഥയുണ്ടല്ലോ, ഈ കഥയെ തന്നെ ഒരു സംഭാഷണത്തിൻ്റെ രീതിയിലേക്ക് ആക്കി തന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് റോൾ പ്ലേ ചെയ്യാനൊക്കെ അറിയാലോ. നമ്മൾ ഓരോരുത്തരുടെ റോളാവും അല്ലേ. എന്ന് വെച്ചാൽ ഒരാൾ കാക്ക കലേൽഗർ ആവുന്നു, അടുത്ത ആൾ ഗാന്ധിജി ആവുന്നു. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആക്കാനായിട്ട് അവരുടെ വേഷമൊക്കെ ധരിക്കാം. ഓക്കെ, എന്നിട്ട് അവർ പറയുന്ന ആ ഒരു ശബ്ദവ്യതിയാനം, ടോണ്, അങ്ങനെ വളരെ നമ്മൾ ആ ആശയം ഉൾക്കൊണ്ടുകൊണ്ട് നല്ല ശ്രദ്ധയോടുകൂടെ നല്ല ആ ഒരു രീതിയിൽ എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ തിരയുന്ന സമയത്തൊക്കെ വളരെ. പിന്നെ നമ്മുടെ അടുത്ത സർഗർമി ഇതാണ്. ബച്ചോ ഗുഫ്തഗു ഔർ സേ പഠിയേ ഓർ റോൾ പ്ലേ കീജിയേ. എന്താ പറഞ്ഞത്? കുട്ടികളെ സംഭാഷണം ശ്രദ്ധയോടുകൂടെ വായിക്കൂ, എന്നിട്ട് റോൾ പ്ലേ ചെയ്യൂ. റോൾ പ്ലേ ചെയ്യാൻ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അല്ലേ. നമ്മൾ ഒരുപാട് തവണ ചെയ്തിട്ടുള്ളതാണ്. ഇനി അതിനെക്കുറിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. നോക്കൂ, ആരൊക്കെ തമ്മിലുള്ള സംഭാഷണ? കാക്ക കലേൽഗറും ഗാന്ധിജിയും തമ്മിലുള്ള സംഭാഷണമാണ്. നമ്മുടെ ഈ കഥയെ തന്നെ ഒരു ഗുഫ്തഗു ആക്കിയിട്ട് എഴുതിയിരിക്കുകയാണ് ഇതിൽ. അപ്പോൾ നമുക്കതൊന്ന് വായിച്ച് നോക്കാം. ബാക്കി നിങ്ങൾ അതിൻ്റെ ആശയമൊക്കെ മനസ്സിലാക്കി അതിനനുസരിച്ച് വേണമെന്നുണ്ടെങ്കിൽ കാക്ക കലേൽഗറെ പോലെയും ഗാന്ധിജിയെ പോലെയൊക്കെ വേഷമൊക്കെ ഇട്ടിട്ട് എന്ത് ചെയ്യാം, നമുക്കിത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ക്ലാസ്സിൽ അവതരിപ്പിക്കാൻ പറ്റും. ഓക്കെ, എന്തായാലും ഒന്ന് വായിച്ചു നോക്കാം അല്ലേ. കാക്ക കലേൽഗർ. ആദാബ് ബാപ്പുജി. ആദാബ് കാക്ക, ആപ് കൈസേ ഹേ? मैं ठीक हूँ. आप क्या तलाश कर रहे हैं? मेरी एक पेंसिल गुम हो गई है. अच्छा, ये लीजिए मेरी पेंसिल. नहीं काका, मुझे वही पेंसिल चाहिए. क्यों बापूजी? वो पेंसिल मेरे लिए एक अनमोल तोहफा है. എന്താ ഇതിൽ പറഞ്ഞത്? എന്തൊക്കെയാ പറഞ്ഞത്? നോക്കൂ, ആദാബ് ബാപ്പുജി അല്ലേ. ആദാബ് ബാപ്പുജി പറയുന്നു. ആദാബ് കാക്ക, ആപ്പ് കൈസേ ഹേ? താങ്കൾക്ക് സുഖമാണോ? അപ്പോൾ പറയുന്നുണ്ട് മേ ടീക്ക് ഹും, എനിക്ക് സുഖമാണ്. ആപ്പ് ക്യാ തലാഷ് കർ രഹേ ഹേ? താങ്കൾ എന്താണ് തിരഞ്ഞുകൊണ്ടിരിക്കുന്നത്? മെരി എക് പെൻസിൽ ഗും ഹോ ഗയി ഹേ? എൻ്റെ ഒരു പെൻസില് കാണാതെ പോയില്ലേ, കാണാനില്ല. അച്ഛാ യേ ലീജിയേ മേരി പെൻസിൽ. അതെയോ അല്ലേ, അല്ലെങ്കിൽ അങ്ങനെയാണോ എന്നൊക്കെ ഉള്ള ശരി എന്നാണ് ശരിക്കും അച്ഛ എന്ന് പറഞ്ഞാൽ ശരി അല്ലെങ്കിൽ ഓക്കെ എന്നൊക്കെ പറയില്ലേ, ആ ഒരു രീതിക്ക് കേട്ടോ. യേ ലീജിയേ മേരി പെൻസിൽ, എൻ്റെ പെൻസിൽ എടുത്തോളൂ അല്ലേ. ഇതാ എൻ്റെ പെൻസിൽ എടുത്തോളൂ. അപ്പം എന്താ പറയുന്നത്? നെഹി കാക്ക അല്ലേ, വേണ്ട കാക്ക. മുജേ, എനിക്ക് വഹി പെൻസിൽ ചാഹി, ആ പെൻസിൽ തന്നെ വേണം അല്ലേ, എനിക്ക് ആ പെൻസിലാണ് വേണ്ടത്. അപ്പോൾ ക്യോ ബാപ്പുജി, എന്തുകൊണ്ടാണ് ബാപ്പുജി എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ പറയുന്നുണ്ട് വോ പെൻസിൽ അല്ലെങ്കിൽ വോ പെൻസിൽ, ആ പെൻസിൽ മേരേ ലിയേ എക് അൻമോൽ തുഹഫാ ഹെ, എനിക്ക് ഒരു അമൂല്യമായ സമ്മാനമാണ്. എന്നെ സംബന്ധിച്ച് ആ പെൻസിൽ എനിക്ക് എന്താണ്, വളരെ അമൂല്യമായിട്ടുള്ള ഒരു സമ്മാനമാണ്. അപ്പോൾ ഇത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ നമ്മുടെ ക്ലാസ്സിൽ ഇത് റോൾ പ്ലേ ആയിട്ട് അവതരിപ്പിക്കുക. ഇനി നമുക്ക് നമ്മുടെ അടുത്ത സർഗർമി നോക്കാം. ഇവിടെ ചിത്രമൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഗാന്ധിജിക്ക് ഒരു കുട്ടി വന്നിട്ട് പെൻസിൽ കൊടുക്കുന്ന ആ ഒരു ചിത്രമൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ എന്തായിരുന്നു സംഭാഷണം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇത് വായിക്കാതെ തന്നെ ഇത് തന്നെയായിരുന്നു നമ്മുടെ കഥ, ആ കഥയെയാണ് സംഭാഷണമാക്കി കൊടുത്തിരിക്കുന്നതെന്നൊക്കെ ഇത് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും. ഇനി നമുക്ക് നമ്മുടെ അടുത്ത സർഗർമി നോക്കാം. ഇവിടെ നമ്മുടെ ഗാന്ധിജിയുടെ ചിത്രമൊക്കെ കൊടുത്തിട്ടുണ്ട് അല്ലേ.
കാണുന്നുണ്ടല്ലോ, ഗാന്ധിജിയുടെ ചിത്രം കൊടുത്തിട്ടുണ്ട്. ഇതാ ഇവിടെ റെഡ് മഷിയിൽ എന്തോ എഴുതിയിട്ടുണ്ട്. തീർച്ചയായും ഗാന്ധിജിയെക്കുറിച്ചായിരിക്കും അല്ലേ. നമുക്കറിയാം ഇതാരാ, ഇത് നമ്മുടെ ഗാന്ധിജിയാണ് അല്ലേ. ഗാന്ധിജി ഇന്ത്യയുടെ ആരാ, രാഷ്ട്രപിതാവാണ്. ഇതൊക്കെ നമുക്കറിയാം അല്ലേ. അപ്പോൾ എന്താണ് ഇവിടെ എഴുതിയിരിക്കുന്നതെന്നോട് നമുക്ക് നോക്കാം. ബച്ചോ ഗാന്ധിജി കെ ബാരെ മേ പഠിയേ. എന്താ പറഞ്ഞത്, കുട്ടികളെ ഗാന്ധിജിയെക്കുറിച്ച് വായിക്കൂന്ന്. ഗാന്ധിജിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഇവിടെ എഴുതിയിട്ടുണ്ട്, അത് വായിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കൂ, യേ ഗാന്ധിജി ഹേ അല്ലേ, യേ ഗാന്ധിജി ഹേ. ഇതാരാ, ഇത് ഗാന്ധിജി ആകുന്നു, അല്ലെങ്കിൽ ഇത് ഗാന്ധിജിയാണ്. ഗാന്ധിജി കാ പൂരാ നാം മോഹൻദാസ് കരംചന്ദ് ഗാന്ധി ഹേ. ഗാന്ധിജിയുടെ പൂർണ്ണമായ പേര്, പൂരാ നാം, നാം എന്ന് പറഞ്ഞാൽ പേര്, പൂരാ നാം പൂർണ്ണമായ പേര് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്നാണ്. വഹ ഹമാരെ ബാബായെ കൗം ഹേ അല്ലേ, അദ്ദേഹം നമ്മുടെ, ഹമാരെ നമ്മുടെ, ബാബായെ കൗം ഹേ നമ്മുടെ രാഷ്ട്ര പിതാവാണ്. അപ്പം നമ്മുടെ ഗാന്ധിജിയെക്കുറിച്ച് ഉറുദുവിൽ വളരെ ചുരുങ്ങിയ വേർഡ്സിൽ കുറച്ച് കാര്യങ്ങളാണ് തന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഗാന്ധിജിയെക്കുറിച്ച് നമുക്ക് ഉറുദുവിൽ എഴുതാനുള്ള ആ ഒരു കാര്യങ്ങൾ കിട്ടിയില്ലേ. ഇനി എന്താ ചെയ്യേണ്ടത് നോക്കൂ, താഴെ വേറെ ഒരു വലിയ ഒരു നമ്മുടെ ഇന്ത്യയുമായി ബന്ധപ്പെട്ട് വളരെ പ്രാധാന്യമുള്ള ഒരു വ്യക്തിത്വത്തിൻ്റെ ചിത്രം കൊടുത്തിട്ടുണ്ട് അല്ലേ. ഈ കോൻ ഹേ, ഇതാരാ, ഇത് നെഹ്റു അല്ലേ, നെഹ്റു ആണ്, അല്ലെങ്കിൽ ജവഹർലാൽ നെഹ്റു ആണ്. ജവഹർലാൽ നെഹ്റു ആരായിരുന്നു, നമ്മുടെ ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിരുന്നു ജവഹർലാൽ നെഹ്റു. അപ്പോൾ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്, ബച്ചോ ഇൻകോ പഹ്ചാനിയെ യേ കോൻ കോൻ ഹേ ഇൻകെ ബാരെ മേ ചന്ദ് ജുംലെ ലിഖിയെ. താഴെ ഇവരെക്കുറിച്ചുള്ള ഇവിടെ 2 പേരാണ് തന്നിട്ടുള്ളത് കേട്ടോ. ഇവരെ തിരിച്ചറിയുക, എന്നിട്ട് എന്ത് ചെയ്യണം, ഇതാരൊക്കെയാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് അവരെക്കുറിച്ചുള്ള ജുംല നമ്മൾ തയ്യാറാക്കണം. ഇപ്പം ഗാന്ധിജിയെക്കുറിച്ച് നമ്മൾ കണ്ടില്ലേ, അതേപോലെ നമ്മുടെ നെഹ്റുവിനെ കുറിച്ചും, ഇതാരാ, ഇത് നമ്മുടെ ആസാദാണ് കേട്ടോ, അവരെക്കുറിച്ച് നമ്മൾ തയ്യാറാക്കണം. അപ്പം നമുക്ക് ഇങ്ങനെ എഴുതാം, ഈ നെഹ്റു ഹേ ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ, ഇത് നെഹ്റു ആകുന്നു. അതേപോലെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഈ ആസാദ് ഹേ, ഇത് ആസാദ് ആകുന്നു. ഇനി നമുക്ക് എങ്ങനെ എഴുതാം, നമ്മുടെ ഗാന്ധിജിയുടെ പൂർണ്ണമായ പേര് അല്ലേ, അതേപോലെ നമുക്കിത് എഴുതാം കേട്ടോ. വേറെ മാറ്റങ്ങളൊന്നും വരുത്തുന്നില്ല. നോക്കാം, നെഹ്റു കാ പൂരാനാം എന്താണ്, വെറും നെഹ്റു ആണോ, അല്ല അല്ലേ, ജവഹർലാൽ നെഹ്റു ഹേ അല്ലേ. ജവഹർലാൽ നെഹ്റു എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പേര്. ഇദ്ദേഹം ആരാണ്, വോ ഹമാരെ പഹല എന്ന് പറഞ്ഞാൽ ആദ്യത്തെ, വസീറെ അസം ഹേ, ഇദ്ദേഹം നമ്മുടെ ആദ്യത്തെ പ്രൈം മിനിസ്റ്ററാണ്, ആദ്യത്തെ പ്രധാനമന്ത്രിയാണ്. നമുക്കറിയാലോ അല്ലേ, ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയാണ് ആര്, നമ്മുടെ നെഹ്റു. അപ്പോൾ ഇത്രയാണ് എഴുതിയിരിക്കുന്നത്. ഇതേപോലെ നമുക്ക് ആസാദിനെ കുറിച്ചും എഴുതാം. ഇവിടെ കൊടുത്തിട്ടുണ്ട് യേ ആസാദ് ഹേ അല്ലേ, ഇത് ആസാദാണ്. പിന്നെ ആസാദ് കാ പൂരാനാ മൗലാന അബുൽ കലാം ആസാദ് ഹേ. വോ ഇദ്ദേഹം ആരായിരുന്നു എന്നറിയോ, ഹമാരെ പഹല വസീറെ തഅലീം ഹേ, അഥവാ നമ്മുടെ ആദ്യത്തെ, ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു ആര്, നമ്മുടെ ആസാദ്. അപ്പോൾ ഇവരെക്കുറിച്ചൊക്കെ ഇനിയും കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. ഗാന്ധിജിയെക്കുറിച്ച് വേണമെങ്കിൽ നമുക്ക് എഴുതാം. ഗാന്ധിജിയെ നമ്മൾ സ്നേഹത്തോടുകൂടെ ബാപ്പുജി എന്ന് വിളിക്കുന്നു. നെഹ്റുവിനെ കുറിച്ച് വേണമെന്നുണ്ടെങ്കിൽ എഴുതാൻ പറ്റും, ചാച്ചാജി എന്ന് വിളിക്കുന്നു എന്ന്. അതേപോലെ ആസാദിനെ കുറിച്ച് നമുക്ക് എഴുതാൻ പറ്റും, നമ്മുടെ ഒരു ഉറുദു അദേബ് കൂടെയാണ് ഇദ്ദേഹം, ഉറുദുവിലെ ഒരു സാഹിത്യകാരനും കൂടിയാണ് നമ്മുടെ മൗലാന അബുൽ കലാം ആസാദ്. അതുപോലെ തന്നെ മക്കയിൽ ജനിച്ച ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനി എന്ന പേരിൽ അറിയപ്പെടുന്നത് മൗലാന അബുൽ കലാം ആസാദാണ്. അതേപോലെ നവംബർ 11 നമ്മുടെ
ആസാദിൻ്റെ ജന്മദിനം. ആസാദിൻ്റെ ജന്മദിനമാണ് നമ്മളിവിടെ വിദ്യാഭ്യാസ ദിനമായിട്ട്, ദേശീയ വിദ്യാഭ്യാസ ദിനമായിട്ട് ആചരിക്കുന്നത്. അതേപോലെ ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനമാണ് November 14, അതാണ് ശിശുദിനം. അതേപോലെ October 2 ആണ് നമ്മൾ ഗാന്ധി ജയന്തിയായിട്ട് അഥവാ അഹിംസാ ദിനമൊക്കെ ആയിട്ട് ആചരിക്കുന്നത്. അപ്പോൾ കുറേ കാര്യങ്ങളുണ്ട്. പക്ഷെ നമ്മൾ 5ാം ക്ലാസ്സിൽ എത്തിയത് കൊണ്ട് തന്നെ അത്രയല്ലേ എത്തിയിട്ടുള്ളൂ. ഇനി വരുന്ന ക്ലാസ്സുകളിൽ എന്ത് ചെയ്യാം, കുറച്ചുകൂടെ പഠിക്കാം. അതേപോലെ തന്നെ ഇവരൊക്കെ നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികളാണ് അല്ലേ. വോ ഹമാരെ മുജാഹിദെ ആസാദി ഹി, നമുക്കതൊക്കെ എഴുതാൻ പറ്റും. പക്ഷെ അതൊന്നും ഇപ്പോൾ എഴുതുന്നില്ല. ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. ബാക്കിയൊക്കെ നമുക്ക് വരുന്ന ക്ലാസ്സുകളിൽ 6ലും 7ലും ഒക്കെ ആയിട്ട് നമുക്ക് പഠിക്കാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ആരെക്കുറിച്ച് തന്നാലും നമുക്ക് എഴുതാൻ പറ്റുമല്ലോ. ഇനി നമുക്ക് നമ്മുടെ അടുത്ത സർഗർമ്മി നോക്കാം. അടുത്ത സർഗർമ്മി ഇതാണല്ലേ. എന്താ കാണുന്നത്? ഇത് കാണുമ്പോൾ എന്തുപോലെ തോന്നുന്നുണ്ട്? അതെ, ഒരു കലണ്ടർ പോലെ തോന്നുന്നുണ്ട് അല്ലേ. ഇപ്പോൾ ഒരു കലണ്ടർ തന്നിട്ടുണ്ട്. ആ കലണ്ടറിലെ കുറേ ഡേറ്റുകൾ. എന്താ ഈ കലണ്ടറിൻ്റെ പ്രത്യേകത? നമ്മൾ മലയാളത്തിലുള്ള കലണ്ടറും ഇംഗ്ലീഷിലുള്ള കലണ്ടറും ഒക്കെ കണ്ടിട്ടുണ്ട് അല്ലേ. ഉറുദുവിലുള്ള കലണ്ടറാണിത്. അപ്പോൾ ഉറുദുവിലുള്ള കലണ്ടർ കൊടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് ഡേറ്റുകളിലൊക്കെ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, അങ്ങനെ അടയാളപ്പെടുത്തിയിട്ടൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് കാണുന്നുണ്ടാവും അല്ലേ. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട, കലണ്ടറുമായി ബന്ധപ്പെട്ട കുറച്ച് പ്രവർത്തനങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ ആദ്യം നോക്കാം. ബച്ചു ഈ കലണ്ടർ ദേഖിയേ, കുട്ടികളെ ഈ കലണ്ടർ നോക്കൂ. റൂബീനെ ചന്ദ് താരീഖോ പർ നിഷാൻ ലഗായാ ഹെ. റൂബി ഇതിലെ കുറച്ച് താരീഖുകളിൽ, കുറച്ച് താരീഖ്, എന്താ താരീഖ്? ഡേറ്റുകൾ, കുറച്ച് ഡേറ്റുകളിലൊക്കെ നിഷാൻ ലഗായാഹെ, അടയാളപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ കണ്ടല്ലോ ഏതൊക്കെയാണ്. ഇതാ അല്ലേ, കുറേ ദിവസങ്ങൾ ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ഇത് ഏത് മാസത്തെ കലണ്ടറാ? അക്ടോബർ അല്ലേ. അക്ടോബർ അഥവാ ഒക്ടോബർ 2024 കലണ്ടറാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം സൺഡേ, മൺഡേ, ട്യൂസ്ഡേ അല്ലെങ്കിൽ ഞായർ, തിങ്കൾ, ചൊവ്വ എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും നമ്മുടെ കലണ്ടറുകൾ തുടങ്ങുക അല്ലേ, മലയാളത്തിലും ഇംഗ്ലീഷിലൊക്കെ ഉള്ളത്. അപ്പോൾ ഇത് ഉറുദുവിൽ തുടങ്ങിയതാണ്. അതുകൊണ്ട് തന്നെ ഇതിലെ ഡേയ്സും ഡേറ്റുകളും ഒക്കെ എഴുതിയിട്ടുള്ളത് നമ്മുടെ ഉറുദുവിൽ തന്നെയാണ്. അപ്പോൾ ഇതിലൂടെ നമ്മൾ എന്തൊക്കെ പഠിക്കുന്നുണ്ട്? ഒന്ന്, ദിവസങ്ങളുടെ പേര് പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1 മുതൽ 31 വരെയുള്ള എണ്ണൽ സംഖ്യ ഉറുദുവിൽ എങ്ങനെയാണ് എന്നും പഠിക്കുന്നുണ്ട് കേട്ടോ. 3 കാര്യങ്ങളാണ്. ഒന്ന് ഡേയ്സ്, പിന്നെ 1, 2, 3, 4 എന്നൊക്കെ ഉറുദുവിൽ എങ്ങനെയാണ് എഴുതുക അത് പഠിക്കുന്നുണ്ട്. ഒപ്പം തന്നെ അത് എന്താണ് പറയുക അല്ലേ, 1, 2, 3 എന്നൊക്കെ പറയുന്നത് പോലെ, അല്ലെങ്കിൽ 1, 2, 3 എന്നൊക്കെ പറയുന്നത് പോലെ നമ്മൾ എങ്ങനെയാണ് ഉറുദുവിൽ പറയുക എന്നുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇത് നന്നായി ശ്രദ്ധിച്ച് പഠിക്കുക കേട്ടോ. നോക്കുക, ആദ്യത്തെ ദിവസം ഏതാ? ഇതുവാറാണ്. അടുത്തത് പീർ, മംഗൾ, ബുധ, ജമീറാത്ത്, ജുമുഅ, ശനിച്ച്. ഇതേതൊക്കെ ദിവസങ്ങളാണെന്ന് മനസ്സിലായില്ലേ? ഇതുവാർ ഞായർ, പീർ തിങ്കൾ, മംഗൾ ചൊവ്വ, ബുധൻ, ജമീറാത്ത് വ്യാഴം, ജുമുഅ വെള്ളി, ശനീച്ചർ ശനി. ഇനി ഇതിൽ ഡേറ്റുകൾ കൊടുത്തത് വായിച്ചു നോക്കാം. 1 ആണല്ലേ ആദ്യത്തെ ഡേറ്റ് വരിക, ചൊവ്വാഴ്ചയാണ് 1-ാം തീയതി വരുന്നത്. ഏക്ക്, 1 പറയാ ഏക്ക്. അടുത്തത് 2 പറയുന്നത് ദോ, 3 തീൻ, 4 ചാർ, 5 പാഞ്ച്, 6 ചെഹ്, 7 സാത്ത്, 8 ആട്ട്, 9 നൗ, 10 ദസ്, 11 ഗ്യാരഹ്, 12 ബാരഹ്, 13 തേരഹ്, 14 ചൗദഹ്, 15 പന്ത്രഹ്, 16 സോലഹ്, 17 സത്രഹ്, 18 അഠാരഹ്, 19 19 20 बीस, 21 21, 22 22, 23 23, 24 24, 25 25, 26 26, 27 27 27, 28 28, 29 29, 30 30, 31 31. അപ്പോൾ ഒക്ടോബർ മാസത്തിലെ 31 ദിവസങ്ങളെയും നമ്മൾ ഉറുദുവിൽ പഠിച്ചു അല്ലേ. ഉറുദുവിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ 31 വരെയുള്ള എണ്ണൽ സംഖ്യയും നമ്മൾ ഇതിലൂടെ പഠിച്ചു. ഇനി ഇതുമായി ബന്ധപ്പെട്ട എന്ത് പ്രവർത്തനമാണ് കൊടുത്തിട്ടുള്ളതെന്ന് നോക്കാം. ഇതാണ് പ്രവർത്തനം. നോക്കുക. ബതായിയെ വഹ് കോൻ കോൻ സേ ദിൻ ഹെ. പറയൂ
ഇതെല്ലാം ഏതൊക്കെ ദിവസങ്ങളാണ്, ഇവ ഏതൊക്കെ ദിവസങ്ങളാണ് എന്ന് പറയാനാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ഇവിടെ ഓരോ ഡേറ്റ് കൊടുത്തിട്ടുണ്ട്. ഇതെന്താ, ഒക്ടോബർ 6 അല്ലേ. ഇതോ 7 അക്ടോബർ. ഇവിടെയോ 15 എന്താണ്, 15 അക്ടോബർ. ഇവിടെ 2 അക്ടോബർ. ഇവിടെയോ 24 അക്ടോബർ. ഇത് 18 അഥവാ 18 അക്ടോബർ. 26 അക്ടോബർ. മനസ്സിലായി, 26 അക്ടോബർ. ഇത്രയും ദിവസങ്ങൾ ഇവിടെ ഡേറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഇനി 6 അക്ടോബർ ഇതുവാർ കാ ദിൻ ഹേ. ഇതുവാർ ഞായറാഴ്ച. അപ്പോൾ ഒക്ടോബർ 6 ഞായറാഴ്ച ദിവസമാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി നമ്മൾ 7, 15, 2, 24, 18, 26. അപ്പോൾ ഇതൊക്കെ ഏത് ദിവസങ്ങളാണെന്ന് കലണ്ടർ നോക്കി കണ്ടുപിടിക്കണം. അപ്പോൾ 7ഉം 15ഉം 2ഒക്കെ ഏതിലാണ് വരുന്നത്? ഇതാ 7 ഏതാ? 7 ഇതാ ഇവിടെ വന്നിട്ടുണ്ട്. അത് അടയാളപ്പെടുത്തിയിട്ടുണ്ട് അല്ലേ, റൂബി നേരത്തെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. ഇതാ 15 ഇതാ അതും അടയാളപ്പെടുത്തിയിട്ടുണ്ട്. 2 അടയാളപ്പെടുത്തിയിട്ടുണ്ട്. 24ഉം 18ഉം 26ഉം എല്ലാം ഇവിടെ നമ്മുടെ റൂബി അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഏതൊക്കെ ദിവസങ്ങളാണ്? 6 കഴിഞ്ഞപ്പോൾ 7 വന്നത് അല്ലേ. 7 തിങ്കളാഴ്ചയാണ് വന്നത്. 15 പിന്നെ വന്നത് അത് മംഗളാണ്. 2 വന്നത് ബുധാണ്. അതുപോലെ തന്നെ 24 അല്ലെങ്കിൽ 24 വന്നത് ജമീറാത്തിലാണ്. അതുപോലെ 18 ജുമയിലാണ് വന്നത്. അതുപോലെ തന്നെ 26 അഥവാ 26 ഏതിലാണ് വന്നത്? ശനീച്ചറിലാണ്. അപ്പോൾ നമ്മുടെ ദിവസങ്ങൾ നമുക്ക് എഴുതാൻ എളുപ്പമായില്ലേ. ഇത് കറക്റ്റ് ഓർഡറിൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എഴുതിയാലോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 7 അക്ടോബർ ഏത് ദിവസമാണ്? നമ്മൾ കണ്ടതാണല്ലോ, പീർ. ഇത് വാർ കഴിഞ്ഞാൽ പീറാണ്. ഇതാ 7 അക്ടോബർ പീർ കാ ദിൻ ഹെ. ഇനി 15 അക്ടോബർ ഏത് ദിവസം? മംഗൾ കാ ദിൻ ഹെ അല്ലേ, ചൊവ്വാഴ്ച ദിനമാണ്. അടുത്തത് 2 അക്ടോബർ ബുധ് കാ ദിൻ ഹെ. വളരെ സിമ്പിളാണ് അല്ലേ. അടുത്തത് 24 അക്ടോബർ ജമീറാത്ത് കാ ദിൻ ഹെ. ഇവിടെ ഉണ്ട് കേട്ടോ, കാ ദിൻ ഹെ. ഇനി അടുത്തത് 18 അക്ടോബർ ഏതാ ദിവസം? ജുമുഅ കാ ദിൻ ഹെ. അതുപോലെ തന്നെ 26 അക്ടോബർ സനീച്ചർ കാ ദിൻ ഹെ. അപ്പോൾ ഇതാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ദിവസങ്ങൾ ഓർഡറിൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്, പഠിക്കുക. ഇനി അടുത്ത ഇതിൻ്റെ താഴെ കുറച്ചുകൂടെ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ബാക്കിയുണ്ട്, അതും കൂടെ നമുക്ക് നോക്കാം. എന്താണ്? ഒരു 3 ചോദ്യങ്ങൾ തന്നിട്ടുണ്ട്. അതിൻ്റെ ഉത്തരങ്ങളാണ് നമ്മൾ നൽകേണ്ടത്. നോക്കൂ, അക്ടോബർ കി മഹീനെ മേ കിതനെ ദിൻ ഹോത്തെ ഹേ. എന്താ ചോദിച്ച്? ഒക്ടോബർ മാസത്തിൽ കിതനെ എത്ര ദിവസങ്ങളുണ്ട്? എത്ര ദിവസങ്ങളാണ് ഉണ്ടായിരുന്നത്? 31 നമ്മൾ കണ്ടതാണ് അല്ലേ. അപ്പോൾ നമുക്ക് അതിൻ്റെ ഉത്തരം എഴുതാം. അപ്പോൾ ഈ കിത്തനെ മാറ്റുന്നു, എഴുതിയാലോ ഉത്തരം? അക്ടോബർ കെ മഹീനെ മേ 31. 31 എന്താ നമ്മൾ പറയാ? 31 ദിൻ ഹോത്തേ ഹേ. നമ്മുടെ കലണ്ടറിലുണ്ട് ഇതൊക്കെ അല്ലേ. ഹോത്തേ ഹേ, 31 ദിൻ ഹോത്തേ ഹേ. രണ്ടാമത്തത് ഏക് ഹഫ്തേ മേ കിത്തനെ ദിൻ ഹോത്തേ ഹേ. അപ്പോൾ ഇതിൽ പറഞ്ഞത് ഒക്ടോബർ മഹീന മാസത്തിൽ ഒക്ടോബർ മാസത്തിൽ എത്ര ദിവസം ഉണ്ട് എന്നാണ് ചോദിച്ചത്. ഇതിൽ ചോദിച്ചിരിക്കുന്നത് ഏക് ഹഫ്തേ അഥവാ ഒരു ആഴ്ച, ഒരു വീക്കിൽ, ഒരാഴ്ചയിൽ എത്ര ദിവസമുണ്ട് എന്ന്. ഏക് ഹഫ്തേ മേ കിത്തനെ ദിൻ ഹോത്തേ ഹേ. നമുക്കറിയാലോ, ഏക് ഹഫ്ത ഒരാഴ്ചയിൽ 7 ദിവസങ്ങളാണ് ഉണ്ടാവുക അല്ലേ. 7 ദിവസങ്ങളല്ലേ ഉണ്ടാവുക. നമുക്ക് എഴുതാം. നോക്കൂ, ഏക് ഹഫ്തേ മേ 7 दिन होते हैं. ഓക്കെ, അപ്പോൾ ഇത് പഠിച്ചു വെക്കണം കേട്ടോ. അടുത്തത് ഗാന്ധി ജയന്തി കബ് മനാത്തെ ഹെ. എപ്പോഴാണ് നമ്മുടെ ഗാന്ധി ജയന്തി? നമുക്കറിയാലോ, ഒക്ടോബർ 2 ഗാന്ധി ജയന്തി ആയിട്ട് നമ്മൾ ആചരിക്കുക. അപ്പോൾ നമുക്ക് എഴുതാം, ഗാന്ധി ജയന്തി അക്ടോബർ അല്ലെങ്കിൽ 2 അക്ടോബർ എന്ന് എഴുതാം. 2 ഇങ്ങനെ എഴുതാം, നമുക്ക് വേർഡ്സിൽ എഴുതാം കേട്ടോ. 2 അക്ടോബർ കോ മനാത്തെ ഹേ. കിട്ടിയല്ലോ. അപ്പോൾ ഇത്രയാണ് ഇതിലെ പ്രവർത്തനങ്ങൾ. ഇനി ബാക്കി പ്രവർത്തനങ്ങളുണ്ടോ നമുക്ക് നോക്കാം. ബാക്കി പ്രവർത്തനം ഉണ്ട് കേട്ടോ. ബാക്കി
ഇതാ ഒരു പ്രവർത്തനം, ഒന്നല്ല 2 പ്രവർത്തനങ്ങളും കൂടെ തന്നിട്ടുണ്ട്. ഇത് എന്തായിരിക്കും? കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയുന്നുണ്ട് അല്ലേ എന്താണെന്നുള്ളത്. ഇവിടെ ഒരു ഭാഗത്ത് എണ്ണൽ സംഖ്യയും അതുപോലെ തന്നെ ഒരു ഭാഗത്ത് അത് എങ്ങനെയാണ് വേർഡ്സിൽ എഴുതുക എന്ന്. ഒന്ന് ഫിഗേഴ്സിലും ഒന്ന് വേർഡ്സിലും, അക്കത്തിലും അക്ഷരത്തിലും അല്ലേ, ഫിഗേഴ്സിലും അതുപോലെ തന്നെ വേർഡ്സിലുമാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഉറുദുവിൽ രണ്ടും പഠിച്ചല്ലോ, അക്കത്തിലും പഠിച്ചു അക്ഷരത്തിലും പഠിച്ചു. അപ്പോൾ എന്തായിരിക്കും ചെയ്യേണ്ടത്? കാണുമ്പോൾ തന്നെ നമുക്കറിയാം അല്ലേ, ഇതിനെ നമ്മൾ അക്ഷരത്തിലാക്കി ഇവിടെ എഴുതണം. അപ്പോൾ നോക്കാം, എന്താ വായിച്ച് നോക്കൂ. ഇഷാറോं की मदद से खाना पूरी कीजिए. എന്താ പറഞ്ഞത്? തന്നിരിക്കുന്ന എക്സാമ്പിളുടെ സഹായത്താൽ നമ്മുടെ ഖാന എന്ന് പറഞ്ഞാൽ എന്താ, ഈ ബോക്സ് ഫില്ല് ചെയ്യണം, ഈ കോളം നമ്മൾ പൂർത്തിയാക്കണം. അപ്പോൾ ഇതാ ഇവിടെ കൊടുത്തിട്ടുള്ളത് 5 ആണ് അല്ലേ, നമുക്കറിയാലോ 5 ആണ്. നമുക്കറിയാലോ 1 2 3 4 5 6 7 8 9 10 ഇത്രയും നമ്മൾ കണ്ടതാണ് അല്ലേ. ഇനി ഇതിനെന്താ പറയുക എന്നാണ്. 5നെ നമ്മൾ പറഞ്ഞത് 5 ആണ്. ഇനി ഇതെന്താ 10 ആണ്. 10നെ നമ്മൾ പറയുക 10 ആണ്. അടുത്തത് 15നെ പറയുക 15 ആണ്. അടുത്തത് 20നെ പറയുന്നത് 20 ആണ് കേട്ടോ. 20നെ പറയുക 20. ഇനി 25നെ എന്താ പറയുക? 25നെ പറയുക 25. ഓക്കെ, ഇതെല്ലാം നമ്മുടെ കലണ്ടറിൽ തന്നെയുണ്ട്. നമ്മൾ ഇതൊക്കെ ഒന്ന് നോക്കി ഉറപ്പ് വരുത്തുക കേട്ടോ. ഇനി ഇതിലെ ദീഗർ സർഗർമിയാണ്, അതുകൂടെ നമുക്ക് നോക്കാം. അപ്പോൾ ദീഗർ സർഗർമി അഥവാ തുടർ പ്രവർത്തനങ്ങൾ എന്താ കൊടുത്തിട്ടുള്ളത്? ആദ്യം ഈ ചിത്രം നോക്കാം അല്ലേ, എന്നിട്ട് വായിച്ച് നോക്കാം. ഇതെന്താണ് ഇതെല്ലാം? ഇതൊക്കെ സ്റ്റാമ്പുകളാണ് അല്ലേ. നമുക്കറിയാം നമ്മൾ സ്റ്റാമ്പ് കണ്ടിട്ടില്ലേ? സ്റ്റാമ്പ് കണ്ടിട്ടുണ്ട്, വാങ്ങിയിട്ടുണ്ട്. നമ്മൾ ശിശുദിനത്തിനൊക്കെ സാധാരണ നമ്മുടെ ജവഹർലാൽ നെഹ്റുവിൻ്റെ സ്റ്റാമ്പൊക്കെ വാങ്ങാറുണ്ട് അല്ലേ, ഇല്ലേ? ഇതൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ നോക്കൂ, പോസ്റ്റൽ സ്റ്റാമ്പുകൾ അല്ലേ. നോക്കുക, ബച്ചോ നീച്ചെ ടാക് ടിക്കറ്റ് ദിയേ ഗയേ ഹെ. താഴെ തന്നിരിക്കുന്നത് എന്താണ്? ടാക് ടിക്കറ്റുകളാണ്, പോസ്റ്റൽ തപാൽ സ്റ്റാമ്പുകളാണ് തന്നിട്ടുള്ളത്. ഇസ് തര കൗമി ലീഡറോं के ടാക് ടിക്കറ്റ് ജമ കർക്കെ ആൽബം തയ്യാർ കീജിയെ. എന്താ പറഞ്ഞത്? ഇതുപോലെ നമ്മുടെ ദേശീയ നേതാക്കളുടെ ടാക് ടിക്കറ്റുകൾ, സ്റ്റാമ്പുകൾ ശേഖരിച്ചിട്ട് ആൽബം തയ്യാറാക്കൂ. അപ്പോൾ ഇത് ആരുടെയാ? ജവഹർലാൽ നെഹ്റുവിൻ്റെയാണ്. അതുപോലെ തന്നെ ഇത് മൗലാന അബുൽ കലാം ആസാദിൻ്റെ സ്റ്റാമ്പാണ്. ഇത് നമ്മുടെ പാഠഭാഗത്തിൽ നമ്മൾ പഠിച്ചിട്ടുള്ള കലേൽഗർ സാഹിബ്, കാക്ക സാഹിബ് കേട്ടോ, കാക്ക കലേൽഗറുടെ സ്റ്റാമ്പാണ്. ഇത്രയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. 3 സ്റ്റാമ്പുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഇതുപോലെ നമ്മുടെ ഗാന്ധിജിയെക്കുറിച്ചുള്ള സ്റ്റാമ്പുണ്ട് അല്ലേ, ഒരുപാട് പേരെക്കുറിച്ചുള്ള സ്റ്റാമ്പുകളുണ്ട്. അതൊക്കെ നമ്മൾ കളക്ട് ചെയ്തിട്ട് നല്ല ഭംഗിയുള്ള ഒരു ആൽബം തയ്യാറാക്കുക. നമ്മുടെ പാഠഭാഗം കഴിഞ്ഞിരിക്കുകയാണ്. നല്ല വൃത്തിയായി പഠിക്കുക. അടുത്ത വീഡിയോയിൽ കാണാം. ഹുദാ ഹാഫിസ്.